ആദ്യം നിർബനിലേക്ക് പോവുകയാണ്. നിർബൻ, കോൺഗ്രസിൽ മൊത്തത്തിലൊരു ഇളക്കം സംഭവിച്ചിരിക്കുന്നു. ശരിക്കും പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വി ഡി സതീശൻ കൂടുതൽ ശക്തനാകും, വി ഡി സതീശൻ കോൺഗ്രസ് പാർട്ടിയെ പിടിച്ചെടുക്കും എന്നൊക്കെയുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെട്ടെങ്കിലും നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച വി ഡി സതീശൻ ദുർബലനാവുന്നു എന്നതാണ്. നിർബൻ. ഷമ്മി, ഈ പാർട്ടിയുടെ പ്രത്യേകിച്ച് KPCCയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇരുചേരി കേരളത്തിലെ കോൺഗ്രസിലുണ്ടായി എന്ന കാര്യം വസ്തുതയാണ്. ഇക്കാര്യത്തിൽ KPCC അധ്യക്ഷനെ അടക്കം മാറ്റി പുതുതായി ഒരു നേതൃത്വത്തെ കൊണ്ടുവരണം. അത് സതീശനൊപ്പം നിൽക്കുന്ന വി ഡി സതീശനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം, ഒരു നേതാക്കളുടെ കോക്കസ് ആ കോൺഗ്രസിലെ മുഖ്യധാരയിൽ കൈയടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് പാലക്കാട് തെരഞ്ഞെടുപ്പിലടക്കം കണ്ടതാണ്. ഒരു കോക്കസിനെതിരെയുള്ള വലിയ വിമർശനമുണ്ടായി. സരിനെ പോലെയുള്ള KPCCയുടെ മീഡിയ സെല്ലിൻ്റെ കൺവീനർ പുറത്തു വരുന്നു. ഷാനിബിനെ പോലെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ പഴയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പുറത്തു വരുന്നു. അങ്ങനെ തുടർച്ചയായി കോൺഗ്രസിനകത്ത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു ചേരി അങ്ങനെ ശക്തപ്പെട്ട് വരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് വി ഡി സതീശനാണ്. നേരത്തെ ഈ ഷമ്മി സൂചിപ്പിച്ചതുപോലെ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തോടു കൂടി അത് പൂർണ്ണമായി തൻ്റെ വിജയമാണ്, ആ കോക്കസിൻ്റെ വിജയമാണെന്ന തരത്തിൽ അവർ ആഘോഷമാക്കിയിരുന്നു. ലീഡറാണ്, പുതിയ കോൺഗ്രസ് നയിക്കുന്ന ലീഡറാണ് വി ഡി സതീശൻ എന്ന തരത്തിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിലടക്കം ഏറ്റെടുത്തതാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു പടി കൂടി കടന്ന് വി ഡി സതീശൻ സംഘടന പൂർണ്ണമായി പിടിച്ചടക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കെ സുധാകരൻ അടക്കം മാറ്റി പുനഃസംഘടന വേണം, തന്നോടൊപ്പം നിൽക്കുന്ന ഒരു നിരയെ കൊണ്ടുവരണം എന്നതായിരുന്നു വി ഡി സതീശൻ്റെ പ്ലാൻ. പക്ഷേ ഇപ്പോൾ പൊടുന്നനെയാണ് ഈ ചാണ്ടി ഉമ്മൻ അടക്കമുള്ള യുവജന നേതാക്കൾ തുടങ്ങി, യുവ MLA മാർ തുടങ്ങി, ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന വിശ്വസ്തരായ നേതാക്കൾ, പിന്നെ I വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട അന്നത്തെ ഇന്ന് വേർപിരിഞ്ഞു പോയ പലതരത്തിൽ വിഘടിച്ച് നിൽക്കുന്ന I വിഭാഗത്തിൻ്റെ നേതാക്കൾ, കെ മുരളീധരൻ, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല, അങ്ങനെ അതിർത്ത വിഭാഗങ്ങളിൽ മുതിർന്ന നേതാക്കളടക്കം ഒന്നിച്ച് സംഘടിതമായി കെ സുധാകരനെ മാറ്റേണ്ട കാര്യമില്ല എന്ന തരത്തിൽ പൂർണ്ണമായി രംഗത്ത് വരികയും വി ഡി സതീശൻ ഒറ്റപ്പെടുകയും AK ആൻ്റണി അടക്കം മുതിർന്ന നേതാക്കളും രമേശ് ചെന്നിത്തലയും മുൻ KPCC അധ്യക്ഷന്മാരായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനും VS സുധീരനൊക്കെ ഒരു ചേരിയിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ പൂർണ്ണമായി ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് സാമുദായിക സമവാക്യത്തിൽ തന്നെ വലിയ മാറ്റം കോൺഗ്രസ്സിൽ ഉണ്ടാകുന്നത്. കാരണം എന്നും സമുദായ സംഘടനകളുടെ പിന്തുണ നേടുന്നയാൾ കോൺഗ്രസിൻ്റെ പ്രധാന നേതാവ് എന്ന തരത്തിലേക്ക് വരുന്ന ഒരു രീതി കോൺഗ്രസ്സിലുണ്ട്. കോൺഗ്രസിൻ്റെ കെ കരുണാകരൻ്റെ കാലം നോക്കിയാൽ, ഉമ്മൻചാണ്ടിയുടെ കാലം നോക്കിയാൽ, ഏറെക്കുറെ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് പദവി വരുന്ന രമേശ് ചെന്നിത്തല വരെ അതിൽ UDFൻ്റെ ഘടകകക്ഷികൾ നിർണായക പങ്കുണ്ട്, ലീഗിനടക്കം നിർണായകമായ സ്വാധീനമുണ്ട്. അത് രൂപപ്പെടുന്ന തരത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി ചില നീക്കങ്ങൾ ചില സാമുദായിക നേതാക്കളുടെ ഭാഗത്തു നിന്ന്, സമുദായ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ രമേശ് ചെന്നിത്തലയെ അടക്കമുള്ള അനുകൂലിക്കുന്ന മറുവിഭാഗം, അതായത് വി ഡി സതീശൻ്റെ എതിർചേരി പരമാവധി അതിന് വിവാദങ്ങൾക്ക് കൂടുതൽ മൂർച്ച കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പ്രതികരിച്ചൊരു കാര്യം തന്നെയാണ്. സമുദായിക സംഘടനകളെ സംബന്ധിച്ചിടത്തോളം NSS വലിയ തരത്തിലുള്ള കടുത്ത അതൃപ്തി എന്നും പുലർത്തിയിട്ടുള്ള നേതാവാണ് വി ഡി സതീശൻ. പരസ്യമായി തന്നെ വി ഡി സതീശനെ തള്ളിപ്പറയുകയും വളരെ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് എന്ന തരത്തിൽ NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നേരത്തെ പറഞ്ഞത് വലിയ തരത്തിൽ വിവാദമായ വാർത്തയാണ്. അന്നൊക്കെ കർക്കശമായ സമീപനം സ്വീകരിച്ചിരുന്ന ഒരാളായിരുന്നു വി ഡി സതീശൻ. പക്ഷേ വി ഡി സതീശന് കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തോടെ അദ്ദേഹത്തിന് അയയേണ്ടി വരുന്നുണ്ട്. കാരണം അദ്ദേഹം പരമാവധി സംയമനം പാലിക്കാൻ നിർബന്ധരാകുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ NSSൻ്റെ മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു. അവിടെ ഒരു ചോദ്യമുണ്ട്. അതായത് ഒരു സുപ്രഭാതത്തിൽ രമേശ് ചെന്നിത്തലയെ അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ഈ സമുദായ സംഘടനകൾ തീരുമാനിക്കുന്നുവെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതല്ലേ? വി ഡി സതീശൻ ഈ പറയുന്നത് പോലെ നേരത്തെ നമുക്കറിയാം, മുനമ്പം വിഷയത്തിൽ സതീശൻ്റെ നിലപാട് മുസ്ലിം ലീഗ് തള്ളിയതാണ്. അതേപോലെ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ഒരു പുതിയ അടുപ്പം അത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിനെ അടക്കം ബാധിക്കും എന്നൊരു ഭീതി കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുണ്ട്. അത് പുതിയ ഒരു ഇക്വേഷൻ കോൺഗ്രസിൽ രൂപീകരിക്കുമെന്ന ഭയം കോൺഗ്രസിൽ ഒരു വിഭാഗത്തിനുണ്ട്. നേരത്തെ CPM ഇക്കാര്യം ആവർത്തിച്ച് പറയുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം SDPI സഖ്യമുണ്ട്, ജമാഅത്ത് സഖ്യമുണ്ട് എന്ന് CPM ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആരോപണം ഇപ്പോൾ ഒരർത്ഥത്തിൽ കോൺഗ്രസിലെയും സമുദായ സംഘടനകളുടെയും, ഈ രണ്ട് സമുദായ സംഘടനകളും ഇപ്പോൾ ഒരു ദിവസം രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? അതിലൊരു പ്രധാന കാരണമായി ഈ ജമാഅത്ത് ബന്ധം മാറുന്നുണ്ടോ എന്നൊരു ചർച്ച ഉയർന്നു വരുന്നുണ്ട്.
അത് ഷമ്മി, അത് മാത്രമല്ല, ജമാഅത്ത് ബന്ധവുമായി ബന്ധപ്പെട്ട് SDP പോപ്പുലർ ഫ്രണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവാദങ്ങൾ, ഒപ്പം തന്നെ സന്ദീപ് വാര്യരുടെ BJPയിൽ നിന്നുള്ള കോൺഗ്രസിലുള്ള പ്രവേശനം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ പിന്തുടർന്നു വന്ന ഒരു രീതിയുണ്ട്. കാരണം എല്ലാ വിഭാഗങ്ങളുമായി സമവായത്തിൽ പോവുക, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല വരെ അതായിരുന്നു. അതിൽ നിന്ന് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ, താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഏകപക്ഷീയമായ തീരുമാനങ്ങളിലേക്ക് VD സതീശൻ പോകുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങളിൽ പോലും അദ്ദേഹം എത്തരത്തിൽ സങ്കുചിതമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടത്തിയത് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. പിന്നെ സമുദായ സംഘടനകളുടെ ഈ നയസമീപനങ്ങളിൽ വന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ മാറ്റങ്ങളിൽ മറ്റു ചില വസ്തുതകളൂടിയുണ്ട്. കാരണം കോൺഗ്രസിനകത്ത് എല്ലാവർക്കും സ്വീകാര്യമായ സമചിത്തതയുടെ കാര്യങ്ങൾക്ക് കേൾക്കുന്ന, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു കോൺഗ്രസിൻ്റെ ഒരു രീതിയുണ്ട്. അത് ഉമ്മൻചാണ്ടിയാണ് അവസാനത്തെ കണ്ണി. രമേശ് ചെന്നിത്തല ഇപ്പോൾ സജീവമായ രംഗത്ത് നിൽക്കുന്ന ഒരു നേതാവാണ്. അതേ വൈഭവം ഉള്ള ഒരാളല്ല VD സതീശൻ എന്ന കാര്യത്തിൽ ഈ ലീഗിന് പോലും തർക്കമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ VD സതീശനെതിരെ കഴിഞ്ഞ ദിവസം അഭിപ്രായം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ചേർത്ത് വെച്ചൊരു കാര്യമുണ്ട്. ആർക്കെതിരെയും എന്തും വിളിച്ചു പറയുന്ന ഒരു നേതാവല്ല VD സതീശനെ പോലെ ഒരു നേതാവല്ല രമേശ് ചെന്നിത്തല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്. അങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള നേതാക്കൾ, സമുദായ രംഗത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അവർ പൂർണ്ണമായി VD സതീശനെ തള്ളിപ്പറയുന്നതിൽ ഇത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അധികാര രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒന്നാമനാണ് എന്ന ചോദ്യത്തിൽ VD സതീശൻ മുൻകൈ എടുക്കാൻ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഓപ്പറേഷൻ അദ്ദേഹം നടത്തുന്നുണ്ട്. എങ്കിലും ഈ പറഞ്ഞ സമുദായ നേതാക്കളുടെയും ഒക്കെ തന്നെ പൂർണ്ണമായ അംഗീകാരത്തിലേക്ക് VD സതീശൻ വരുന്നില്ല എന്നൊരു സംശയം ബലപ്പെടുന്നുണ്ട്. തീർച്ചയായും